പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ജാള്യത മറയ്ക്കലാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. +1 മൂന്നാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമമുണ്ടായേക്കും. പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട്ടും മലപ്പുറത്തും അതുപോലെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ കുറവുണ്ടാകും എല്ലാ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കഴിഞ്ഞ ക്യാബിനറ്റിൽ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി പരമാവധി അഡീഷണൽ ബാച്ചുകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് ബാച്ച് വേണമെന്നാവശ്യപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ വയനാട്ടിൽ നിന്ന് നമ്മുടെ മന്ത്രി സിദ്ദീഖൊക്കെ ആവശ്യപ്പെട്ടത് അവിടെയുള്ള ബാച്ചുകൾ സയൻസ് ആയതാണ്, എന്നാൽ കുറച്ച് ഹ്യൂമാനിറ്റീസിന് ആവശ്യക്കാരുണ്ടെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം പരിശോധിച്ചിട്ട് ഉള്ള പരിഗണനയാണ് ആ കാര്യത്തിൽ ഉണ്ടാവുക. പിന്നെ ഈ സയൻസ് ബാച്ചുകൾ അനുവദിക്കുമ്പോൾ എപ്പോഴും ലബോറട്ടറി സംവിധാനങ്ങളും ലാബ് സൗകര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. അപ്പോൾ അനുവദിക്കാൻ എളുപ്പം അതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എളുപ്പം അതാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചത്. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് എല്ലാ അവകാശവും കൊടുത്തുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചത്. ഇതെല്ലാം വിശദീകരിച്ചതാണ്. പിന്നെന്തിനാ ഒപ്പിട്ടത്? നിയമസാധ്യത ഇല്ലാത്തത് നോക്കിയിട്ടാണ് ഒപ്പിട്ടത്. പുതിയ സർക്കാരിന് റദ്ദ് ചെയ്യാൻ എവിടെയാണ് അതിൽ ഓപ്ഷൻ ഇല്ല. ഞങ്ങളത് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞതിന് രാജ്യത്ത് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷം കേരളത്തിലുണ്ടാവും. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമോ പുതിയ കാര്യമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് പ്രതിഷേധിച്ചവരാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷം. അപ്പോൾ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. സത്യത്തിൽ ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പരിശോധിക്കുന്നില്ലേ ഉള്ളൂ. ഈ ഗവൺമെൻറ് വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. അതെ, ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. ഇനി അടുത്ത 1-ാം തീയതി ചേരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് വിദ്യാർത്ഥി ചാരായം സ്കൂളിലേക്ക് കൊണ്ടുവന്ന സംഭവത്തിൽ പക്വതയോടെയുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് എന്നും മന്ത്രി പറഞ്ഞു. പിതാവുണ്ടാക്കിയ ചാരായം മകൻ കൊണ്ടുവന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ മന്ത്രി ചീത്ത പറഞ്ഞും ശിക്ഷിച്ചും വിദ്യാർത്ഥികളെ തിരുത്താൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. ജനറലായിട്ട് നമുക്കൊരു ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അധ്യാപകർക്ക് കുട്ടികളെ ഇത്തരം കാര്യത്തിൽ നിയന്ത്രിക്കാനൊരു ഫ്രീഡം വേണം. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടാനും പാടില്ല. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടന്നു കയറാനും പാടില്ല. അങ്ങനെ പറഞ്ഞുകൂടാ. അതൊക്കെ നമ്മൾ പരിചരണത്തിലൂടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. നിയന്ത്രണങ്ങൾ ആവശ്യം. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ അനുമതി നൽകിയാൽ അത് ചിലർ ദുരുപയോഗം ചെയ്തേക്കുമെന്ന് ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. UTV ന്യൂസ്, പാലക്കാട്.